വെൽക്കം ടു ആദീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഇത്തിരി വലിയ ഞണ്ടാണ്, 3 എടുത്തിട്ടുണ്ട്. 3 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള 2 ചെറിയ സവാളയുണ്ട്, ഒരു തക്കാളിയുണ്ട്, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം വെച്ച് എങ്ങനെയാണ് റോസ്റ്റ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഈ ഞണ്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ഞാൻ 3-4 വെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുറിച്ചിട്ടില്ല ഇത് കഴുകുന്നത്. ഞണ്ട് കഴുകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ കഴുകിയിട്ട് വേണം ഇത് മുറിക്കാനായിട്ട് കേട്ടോ. ഇതെങ്ങനെ വൃത്തിയാക്കി എടുക്കുക നമുക്ക് കണ്ടു നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ വലിയ കാലുകളൊക്കെ ഉണ്ടല്ലോ, അല്പം മാംസമുള്ള കാലുകളൊക്കെ നമുക്ക് ഒടിച്ചു മാറ്റാം. ഇങ്ങനെ ഇതൊക്കെ നമുക്ക് ചവച്ച് തുപ്പാൻ പറ്റുന്ന ടൈപ്പുള്ള കാല, ഇച്ചിരി വലിയ കാലാണ് കേട്ടോ. ഇനി നമുക്കിതിനെ പൊളിക്കാനായിട്ട് ഇതിൻ്റെ ഞണ്ടിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, 2 കണ്ണൊക്കെ ഇരിക്കുന്ന ആ ഭാഗം, അതിൻ്റെ അവിടെ നമുക്ക് മുകളിലോട്ട് ഇളക്കിയെടുക്കരുത്. ആണ് ഇളക്കിയെടുത്ത് നമുക്ക് കളയാനുള്ളതാണ്. ഇതിൻ്റെ സൈഡിൽ ഇരിക്കുന്ന 4 പോലെയുള്ള ഇറക്കി എടുത്ത് കളയാം. ഇത്രേ ഉള്ളൂ. ഇനി ഇത് വെള്ളത്തിൽ കഴുകാൻ പാടില്ല കേട്ടോ. ഇനി അടുത്തത് അതുപോലെ ആദ്യമേ കാലെല്ലാം മുറിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കഴുകാൻ പാടില്ല. ഇനി താഴെ 2 ചെറിയ കണ്ണുകളുണ്ട്. ആ കണ്ണുകളുള്ളതിൻ്റെ മറുഭാഗത്ത് നമുക്ക് ഇതിനെ ഇങ്ങോട്ട് തുറക്കണം. തോട് വേറെ ഇട്ടി ഇനി 4 പോലുള്ള ഭാഗം കളയാം. എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഇത്രേ ഉള്ളൂ. ഞാൻ അടുത്തത് അതുപോലെ എടുക്കാം. ഇതിനകത്ത് 2-3 വലിയ കാലുണ്ടായിരുന്നു, ഞാൻ 2 കാലുകൾ. ഇതൊക്കെ ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി 2ആയിട്ട് മുറിച്ചിടാം. അപ്പോൾ നമ്മൾ കറി തയ്യാറാക്കാനെല്ലാം എടുത്ത് വെച്ചിട്ട് വേണം ഇത് കഴുകാനായിട്ട്. അല്ല നേരത്തെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം പോലെ ആവും കേട്ടോ. ഇത്രയും വേസ്റ്റാണ്, ഇത് നമുക്ക് കളയാം. നമ്മൾ ഞണ്ട് റോസ്റ്റ് ചെയ്യാനുള്ള ചട്ടി വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടി തീരാറായിട്ടുണ്ട്. ഈ സമയം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇത് 2 ചെറിയ സവോളയാണ്. അത് നല്ലതുപോലെ വഴന്ന് വെക്കണം. എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക. 3 പച്ചമുളകുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്,
ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞണ്ടായതുകൊണ്ടേ കുറച്ച് ഉപ്പ് മതി കേട്ടോ. ഞണ്ടിനെയും കക്കാക്കിയൊക്കെ നമ്മൾ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് തക്കാളി, ഒരു തക്കാളി ഉണ്ട്, കുറച്ച് കറിവേപ്പിലയാണ്. ഇതെല്ലാം നല്ലതുപോലെ വഴഞ്ഞ് വെക്കണം. തക്കാളി ഒന്ന് വഴഞ്ഞ് വെക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇടുന്നത്. ചിക്കൻ മസാല, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കിട്ടും. ഇതെല്ലാം നല്ലപോലെ നോക്കിക്കൊള്ളു. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുകയല്ലേ, അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഞാൻ നല്ലതുപോലെ ഒന്ന് നോക്കിയിട്ടെടുക്കും. ഇനി ഞണ്ട് നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. ലേശം വെള്ളം നനച്ച് വെച്ചിട്ടുണ്ട്. ഈ ഞണ്ടിൽ നിന്നും വെള്ളം ഇറങ്ങുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്കിതിനെ ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല പറ്റി നല്ല അരപ്പൊക്കെ തിരിച്ചിരിപ്പുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഞണ്ട് റോസ്റ്റ് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.